നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വാക്കുകളോ വാക്യങ്ങളോ തെറ്റിക്കാറുണ്ട്. അങ്ങനെ തെറ്റിക്കാവുന്ന കുറച്ച് വാക്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് അവ ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ വാക്യം, എനിക്ക് ഒരു വിവാഹത്തിന് ക്ഷണനം ലഭിച്ചു. എനിക്ക് ഒരു വിവാഹത്തിന് ക്ഷണനം ലഭിച്ചു. അപ്പോൾ ആ വാക്യത്തിലെ തെറ്റെവിടെയാണ്? ക്ഷണനം എന്ന വാക്കിലാണ്. ക്ഷണനം എന്ന് പറഞ്ഞാൽ വധം, കൊല എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മംഗളകർമ്മത്തിനോ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അപേക്ഷയാണ് ക്ഷണം. അപ്പോൾ അവിടെ വരേണ്ട വാക്ക് ഏതാണ്? ക്ഷണമാണ്, എന്തല്ല, ക്ഷണനമല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ട വാക്ക് ഏതാണ്? ക്ഷണം. എനിക്ക് ഒരു വിവാഹത്തിന് ക്ഷണം ലഭിച്ചു. ഇനി അടുത്ത വാക്ക്, അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. എവിടെയാണ് തെറ്റ്? ഹാർദവമായി എന്ന വാക്കിലാണ് തെറ്റ്. ശരിയായ വാക്ക് ഏതാണ്? ഹാർദമായി, സന്തോഷപൂർവ്വം, ഹൃദയംഗമമായി സ്വാഗതം ചെയ്തു എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ശരിയായ വാക്ക് ഹാർദം. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. അടുത്ത വാക്ക്, ഇത് വളരെ നല്ലതായിട്ടുണ്ട്. അവിടെ സംഭവിച്ചിട്ടുള്ളത് നല്ലതായിട്ടുണ്ട് എന്ന വാക്കിലാണ്. അതെങ്ങനെ പറഞ്ഞാൽ മതി? ഇത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഉചിതം. അപ്പോൾ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. മലയാളം ഭംഗിയായി എഴുതുവാനും വായിക്കുവാനും ഇനിയും ധാരാളം പഠിക്കേണ്ടിയിരിക്കുന്നു.